അന്ന് എനിക്ക് തോന്നുന്നു 75-ൽ ജയിലിലിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പരമേശ്വർജിയുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അതായത് ഈ രാജവാഴ്ച നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനം. ആ ലേഖനം ഇപ്പോൾ വായിക്കുമ്പോഴും അവിടെ സഞ്ജയ് ഗാന്ധി എന്നുള്ളൊരു പേരല്ലാതെ പേര് മാറിയാൽ സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതായത് ആ ലേഖനത്തിൻ്റെ അന്ന് പറഞ്ഞത് അതേ അവസ്ഥയിൽ തന്നെയാണ് ഇന്നും ഉള്ളത്. കോൺഗ്രസിൻ്റെ സ്വഭാവവും അവരുടെ പ്രവർത്തനങ്ങളും കാര്യം ആ വംശം തന്നെയാണല്ലോ ഇപ്പോഴും. അതെ. അപ്പോൾ ആ സമയത്ത് ഭരണം കൂടെ ഉള്ള സമയത്ത് എത്രത്തോളം ഇതിൽ മറ്റൊരു തമാശ, ഇപ്പോൾ നേരത്തെ ഫാസിസത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഫാസിസ്റ്റ് എന്ന് വിളിപ്പേരുള്ളവർ അല്ലാതെ കേട്ടവർ യഥാർത്ഥ ഫാസിസത്തിനെതിരെ പോരാടിയ ഒരു ചരിത്രം കൂടിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരു ആവശ്യം വരുമ്പോൾ ആരാണ് ഈ ജനാധിപത്യത്തെ അഥവാ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കാനുണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ചരിത്ര സാക്ഷ്യവും കൂടിയായി ഇത്. ഫാസിസത്തിനെതിരെ ഇവർ പറയുമ്പോഴും യഥാർത്ഥ ഫാസിസം വന്നാൽ ആര് നാടിനെ രക്ഷിക്കും? അപ്പോൾ ഫാസിസം എന്ന് വിളിപ്പേര് കേട്ട് RSS ഉണ്ടായിരുന്നുള്ളൂ അവസാനം യഥാർത്ഥ ഫാസിസത്തെ ഉന്മൂലനം ചെയ്യാൻ. വിപ്ലവം നടത്തും എന്ന് പറഞ്ഞവരെല്ലാം കുണ്ടിലൊളിക്കുക ചെയ്തത്. അവരെ ആരും കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.